വെൽക്കം ബാക്ക്. ഫ്രിക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ആംഗിൾ ഓഫ് റിപ്പോസ് എന്താണ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ, ഹൗ ടു സോൾവ് ഫ്രിക്ഷൻ, ഇത്രയും പോർഷൻസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് us take our class. ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ആണ് ഇവിടെ പറയുന്നത്. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇഫ് വെയ്റ്റ് ഓഫ് 150 കിലോഗ്രാം ഈസ് ഇൻ ഇക്വിലിബ്രിയം. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.25. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് നോർമൽ റിയാക്ഷൻ ഓൾസോ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വെയിറ്റ് തന്നിട്ടുണ്ട്, 150 കിലോഗ്രാമാണ് വെയിറ്റ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റാസ് മാത്രമാണ് തന്നിട്ടുള്ളത്. സോ ഗിവൺ ഡാറ്റാസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആദ്യം നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്, 150 കിലോഗ്രാമാണ്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, അത് 0.25 ആണ്. അപ്പം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്താണെന്നുള്ളത്, അല്ലേ? അത് മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന റിലേഷനാണ് നമ്മളവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ അറിയാം, 0.25 ആണ്. മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന ഇക്വേഷനിൽ നമുക്കറിയാം. എങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കണം? ഈ ടാൻ തീറ്റ എന്നുള്ളത് ഈ സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആവും, അല്ലേ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ആവും മാറും. അപ്പോൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ചെയ്താൽ മതി. മ്യൂ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ അല്ലേ? ഓക്കെ, മ്യൂയുടെ വാല്യൂ ഇവിടെ 0.25 ആണ്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.25 കണ്ടാൽ മതി. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 ഡിഗ്രി 20 മിനിറ്റ് എന്ന് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ലഭിക്കും. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. ടാൻ ഇൻവേഴ്സ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഫോഴ്സ് ആണ് കാണേണ്ടത്. ഫോഴ്സ് കാണാൻ നമുക്ക് എന്തറിയാം? മ്യൂ അറിയാം, 0.25 ആണ്. വെയിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈക്വൽ ടു F/W എന്ന ഇക്വേഷൻ നമുക്കറിയാം. മ്യൂ 0.25 ആണ്, എഫ് അതേപോലെ എഴുതുക, W 150 കിലോഗ്രാം ആണ്. അപ്പോൾ ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടും? 0.25 × 150. അപ്പോൾ ഫോഴ്സ് എത്ര? 37.5 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, മ്യൂവിന് യൂണിറ്റ് ഇല്ല, പിന്നെ വെയ്റ്റിൻ്റെ യൂണിറ്റാണ് നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റായിട്ട് പിന്നെ വരുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. എ ബ്ലോക്ക് ഓഫ് ഐസ് വെയിങ് 1 കിൻഡൽ റെസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ഓൺ എ വുഡൻ പ്ലാങ്ക് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഐസ് ആൻഡ് വുഡ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഐസ് ഉണ്ട്, 1 കിൻഡൽ വെയിറ്റ് ഉള്ള ഒരു ഐസ് ഉണ്ട്. അത് 30 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ഒരു വുഡൻ പ്ലാങ്കിൻ്റെ, മരം കൊണ്ടുള്ള ഒരു വുഡൻ പ്ലാങ്കിന് മുകളിൽ ആ ഒരു ഐസ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. ഇക്വിലിബ്രിയം പറഞ്ഞാൽ അത് സ്റ്റേബിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാണുക. ഐസും വുഡും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ്, ആ ഐസിൻ്റെ വെയിറ്റ് എത്രയാണ്? 1 കിൻഡലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1 കിൻഡൽ, നമ്മൾ കിൻഡൽ വെച്ചിട്ട് അധികം സോൾവ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് അതിന് യൂണിറ്റ് മാറ്റണം. യൂണിറ്റ് മാറ്റാൻ വേണ്ടി 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അത് നോട്ട് ചെയ്യണേ, 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അപ്പം വെയിറ്റ് നമുക്ക് കിട്ടി. ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചൂടെ? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അത് കണ്ടുപിടിക്കാൻ മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തു. തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 30 ഡിഗ്രി എന്ന് കൊടുത്തു.
അപ്പോൾ നമുക്ക് മ്യൂയുടെ വാല്യൂ 0.5774 എന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ. സോ അതോടെ നമുക്ക് ആ പ്രോബ്ലം വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, ഒന്നുകൂടെ നോക്കാം. വെയിറ്റ് നമുക്കറിയാം 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം എങ്ങനെ കിട്ടി? 1 ക്വിൻ്റലിന് നമ്മൾ കൺവേർട്ട് ചെയ്തു. ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ടാൻ 30 എന്ന് കൊടുക്കുമ്പോൾ വാല്യൂ 0.5774 എന്ന് കിട്ടും. മ്യൂ അഥവാ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് യൂണിറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇത് നമ്പർ മാത്രമായിട്ട് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 8. A body of mass 10 kg rests on horizontal plane. The coefficient of friction between body and the plane is 0.15. Find the work done in moving the body through a distance of 10 meter. എന്താണ് ക്വസ്റ്റ്യൻ? 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു മാസ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, നിരപ്പായിട്ടുള്ള ഒരു പ്ലെയിനിൽ 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ബോഡിയും ആ സർഫസും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് 0.15 ആണ്. എങ്കിൽ ഈ ബോഡീനെ 10 മീറ്റർ മൂവ് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ഗിവൺ ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതാം. ഒരു പ്രോബ്ലം തന്നാൽ ഗിവൺ ഡാറ്റാസ് എഴുതാം. എന്താണ്? വെയിറ്റ് നമുക്കറിയാം 10 കിലോഗ്രാം ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറിയാം 0.15 ആണ്. എത്ര ദൂരം മൂവ് ചെയ്യണം? അതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇവിടെ 10 മീറ്റർ ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ എന്താണ്? വർക്ക് ഡൺ ആണ്. എത്ര വർക്ക് ചെയ്തു? വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് എവിടെ അറിയാം. അപ്പം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് അല്ലേ. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അറിയാം, അതേപോലെ വെയിറ്റും അറിയാമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ വെയിറ്റ് എന്ന ഇക്വേഷൻ ഉണ്ട്. അഥവാ മ്യൂ ഈക്വൽ ടു F/W എന്നുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അത് 1.5 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ ഈസിയായി കണ്ടുപിടിച്ചൂടെ? ഫോഴ്സിൻ്റെ സ്ഥാനത്ത് 1.5 കൊടുക്കുക, മൂവ് ചെയ്ത ദൂരം 10 മീറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 15 മീറ്റർ കിലോഗ്രാം എന്ന് കിട്ടും. സോ ഇതൊരു ഈസി പ്രോബ്ലം ആണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ആംഗിൾ ഓഫ് റിപ്പോസ് എന്താണെന്നാണ് അറിയേണ്ടത്. ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. എത്ര ഇൻക്ലിനേഷൻ കൂടുന്നതിനനുസരിച്ചാണല്ലോ ഒരു ബോഡി താഴത്തോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പം ഏത് ഇൻക്ലിനേഷനിലാണോ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സർഫസിൽ നമ്മളൊരു ബോഡി വെച്ചിട്ടുണ്ട്. ഏത് ഇൻക്ലിനേഷനിലാണോ ആ ബോഡി താഴത്തോട്ട് മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിത്ത് ഇൻക്രീസ് ഇൻ ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് സർഫസ് the maximum angle at which body starts sliding down is called angle of repose. ഓക്കെ, നമുക്കറിയാം ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ ചില ഇൻക്ലിനേഷൻ ആണെങ്കിൽ ആ ബോഡി അവിടെ സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇൻക്ലിനേഷൻ മാറുന്നതിനനുസരിച്ച് ഈ ബോഡിക്ക് താഴത്തോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഏത് ആംഗിളിലാണോ ആ ബോഡി മൂവ് ചെയ്യുന്നത് ആ ആംഗിളാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജ് ആണ് പറയാനുള്ളത്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈക്വലായിട്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ഓർക്കാം. ഹെൽപ്പ് അസ് ടു വാക്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ്. നമ്മുടെ ഫ്രിക്ഷൻ നമ്മളെ സ്ലിപ്പ് ചെയ്യാതെ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കും. അതായത് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രിക്ഷൻ എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണ് കൂടുതൽ ഉണ്ടാവുക. ഒരു റഫ് സർഫസിൽ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സ്ലിപ്പ് ചെയ്യാതെ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, യൂസ്ഡ് ടു സ്റ്റോപ്പ് വെഹിക്കിൾ വെൻ ബ്രേക്ക് ആർ അപ്ലൈഡ്. നമ്മളൊരു വെഹിക്കിളൊക്കെ ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ വെഹിക്കിൾ നിൽക്കുന്നതിന് കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന ആ ബ്രേക്കിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് റോഡ്
വെഹിക്കിളിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ആ വെഹിക്കിൾ അവിടെ നിൽക്കുന്നത്. സോ ഫ്രിക്ഷനെ കൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നെക്സ്റ്റ്, മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾ ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ റിവോൾവിംഗ് വീൽ വിത്ത് ടയർ ആൻഡ് ദ റോഡ്. അതേപോലെ തന്നെ നമ്മുടെ വെഹിക്കിള് ഈ റോഡിലൂടെ മൂവ് ചെയ്യുന്നതിന് കാരണം എന്താണ്? അതും ഫ്രിക്ഷനാണ്. ഓക്കെ, പവർ ട്രാൻസ്മിഷൻ യൂസിങ് ഗിയർ ഡ്രൈവ് വെച്ചിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ഫ്രിക്ഷൻ്റെ എഫക്റ്റാണ്. നെക്സ്റ്റ് വൺ, യൂസിങ് ഫ്രിക്ഷൻ വി ക്യാൻ ഷാർപ്പ് എനി ഒബ്ജക്റ്റ് ആൻഡ് ഓൾസോ ടു ഹോൾഡ് ഇറ്റ്. നമുക്ക് ഫ്രിക്ഷൻ കാരണമാണ് ഓരോ ഒബ്ജക്റ്റിനെയും ഷാർപ്പ് ചെയ്യാനും അതിനെ ഹോൾഡ് ചെയ്യാനും കഴിയുന്നത്. നെക്സ്റ്റ് വൺ, നെയിൽസ് ആൻഡ് സ്ക്രൂസ് ആർ ഹെൽഡ് ഇൻ വുഡ് ബൈ ഫ്രിക്ഷൻ. നമ്മുടെ ആണികളൊക്കെ വുഡിൽ നമ്മൾ സ്ക്രൂ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഫ്രിക്ഷനാണ്. കാരണം നമ്മൾ സ്ക്രൂ ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ അവിടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് അല്ലേ. അപ്പോൾ അവിടെ രൂപപ്പെടുന്ന ഫ്രിക്ഷൻ കാരണമാണ് ഈ ഒരു സ്ക്രൂവിങ് പ്രോസസ്സൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ടു റഫ് സർഫസ് ആർ റബ്ബ്ഡ്. ഓക്കെ, ഇനി എന്താ ഡിസഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇറ്റ് കോസ് വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻ പാർട്ട്. ഒരു മെഷീൻ പാർട്ടുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതിന് കാരണം ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം ആ മെഷീൻ്റെ എഫിഷ്യൻസീനെ അത് ബാധിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. അതിന് ലുബ്രിക്കേഷൻ എന്ന് പറയുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഇറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് മേ കോസ് മെൽറ്റിംഗ് ഓഫ് മെഷീൻ പാർട്ട്. ടു അവോയ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് യൂസിങ് ഓഫ് കൂളൻറ്റ് ഈസ് നെസസറി. അതായത് ഈ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കാരണം മെഷീൻ്റെ പല ഭാഗങ്ങളും മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് റെഡ്യൂസ് എഫിഷ്യൻസി ഓഫ് മെഷീൻ. നമ്മൾ പറഞ്ഞു മെഷീൻ്റെ എഫിഷ്യൻസി കുറയ്ക്കും. പിന്നെ അതേപോലെ ഇറ്റ് റെഡ്യൂസ് സ്പീഡ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെയൊക്കെ സ്പീഡ് കുറയ്ക്കുന്നതിന് കാരണം ഫ്രിക്ഷനാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷാഫ്റ്റ്, പിസ്റ്റൺ, സ്പിൻഡിൽ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫ്രിക്ഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ബൈ യൂസിങ് സൂറ്റബിൾ ലുബ്രിക്കൻസ് ബിറ്റ്വീൻ ദ മൂവിങ് പാർട്സ്. നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് പാർട്ടുകൾക്കിടയിൽ ലുബ്രിക്കൻസ് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മെഷീൻസിലൊക്കെ കുറേ ടൈം വർക്ക് ചെയ്യുമ്പം അതിനെന്തെങ്കിലും ഇങ്ങനെ വിയർ ആൻഡ് ടിയർ സംഭവിക്കുമ്പോൾ നമ്മൾ ലുബ്രിക്കൻസ് ആഡ് ചെയ്യും. ഓയിൽ പോലുള്ള ലുബ്രിക്കൻസ് ഒക്കെ ആഡ് ചെയ്യും. അതിൻ്റെ വർക്കിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് ലുബ്രിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബൈ പോളിഷിങ് ദ സർഫസ് ടു മേക്ക് ദം സ്മൂത്ത്. സർഫസുകളൊക്കെ നമ്മൾ പോളിഷ് ചെയ്യുന്നതും ഇങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, ബൈ യൂസിങ് ബോൾ ബിയറിംഗ് ആൻഡ് റോളർ ബിയറിംഗ്. ബോൾ ബിയറിങ്ങും റോളർ ബിയറിങ്ങും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബൈ യൂസിങ് ഓഫ് വീൽ. ഓക്കെ, ഇത്രയും മെത്തേഡ് വഴി നമുക്ക് ഫ്രിക്ഷന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുമാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.